എത്രമാത്രം ആത്മവിശ്വാസമുണ്ട്? അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എത്രമാത്രമാണ് ആത്മവിശ്വാസം? 100%. വളരെ ആത്മവിശ്വാസം. മോദിജിയെ വിശ്വാസം. പിന്നെ ആരുണ്ട് ഇന്ത്യയിൽ പ്രധാനമന്ത്രി ഇതുപോലെ വരാൻ വേറൊരാളില്ല, വരുത്തുമില്ല. തിരുവനന്തപുരം നഗരസഭ പിടിച്ചപ്പോൾ തന്നെ പറഞ്ഞതാണ് വരുമെന്നുള്ളത്. തീർച്ചയായിട്ടും വന്നല്ലോ, വാക്ക് പാലിച്ചില്ലേ, പിന്നെ അതിൽ കൂടുതൽ എന്ത് വേണം? വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രഖ്യാപനം ഉണ്ടെങ്കിൽ അത് നടപ്പാക്കുകയും ചെയ്യും. മറ്റുള്ളവരോട് വെറും പ്രഖ്യാപനമല്ല, അത് നടപ്പാക്കും. എന്തൊക്കെയാണ് ഈ മനസ്സിലുള്ള, നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്തൊക്കെയാണുള്ളത്? നമ്മൾ അവിടുന്ന് ഞങ്ങൾ പത്തനംതിട്ടയില്ലെന്ന് വന്നതാണ്. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളിൽ തിരുവനന്തപുരം നഗരം, പക്ഷെ വിഴിഞ്ഞം തുറമുഖം, അതിവേഗ റെയിൽപാത, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചെയ്യും, പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുമല്ലോ. അതാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇത്ര കാലഘട്ടമായിട്ട് പറഞ്ഞെല്ലാം ചെയ്തിട്ടുണ്ട്. ചേട്ടൻ എവിടെ ഇവിടെ തന്നെ. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ പ്രധാനമന്ത്രിയുടെ വരവിനെ കാണുന്നത്? നല്ല ഇത് തന്നെ. അടുത്ത് വരണം. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിനും ഇതുപോലെയൊക്കെ ഇതേപോലെ തന്നെ വരും. തിരുവനന്തപുരത്തൊക്കെ ജയിക്കും. 100% ഉറപ്പാണ്. എങ്ങനെ? കർണാടക, പത്തനംതിട്ട. ചേട്ടന് ഇത് മോഡിയെ കാണാൻ വേണ്ടി വന്നതാണോ? മോഡിയുടെ പ്രവർത്തകൻ കാണാൻ വേണ്ടി വന്നതാ. ഇന്നലെ വന്നു, അത് ഇന്ന് വന്നു രാവിലെ വന്നു. എന്തൊക്കെയാ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ മനുഷ്യന് സ്വൈര്യമായി ജീവിക്കണം ഈ രാജ്യത്ത്, പട്ടിണിയില്ലാതെ, തൊഴിൽ വേണം, സ്ത്രീകൾക്കും കുട്ടികൾക്കും അവരെ മാനം കാത്ത് ജീവിക്കണം. അതാണ് പ്രധാന ലക്ഷ്യം. അത് മോദി വന്നെങ്കിലേ പറ്റും. BJP വന്നെങ്കിലേ പറ്റത്തുള്ളൂ. ഇവിടെ തന്നെ പടിഞ്ഞാറേക്കോട്ട. ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോ തന്നെ കുറെ സംഭവിച്ചു ഓൾറെഡി. ഇതുവരെ ക്ലീൻ ചെയ്തോണ്ടിരുന്ന ഹൈവേ ഇപ്പൊ ക്ലീൻ ചെയ്ത് തുടങ്ങി. അങ്ങനെ കുറെ ചേഞ്ചസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ഏറ്റവും വലിയ ഹാപ്പി. മാലിന്യ പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പരിഹരിക്കുമെന്ന് കരുതുന്നുണ്ടോ? പരിഗണിക്കപ്പെടുകയാണ്. അതാണ് പറഞ്ഞത്. ഇത്രയും വർഷമായിട്ട് ക്ലീൻ ചെയ്യാതിരുന്ന ഹൈവേ ലാസ്റ്റ് വീക്കിൽ ക്ലീൻ ചെയ്ത് തുടങ്ങി. ഞാൻ കണ്ടതാണത്. ഒരു സ്ഥലത്ത് ഇരിക്കേണ്ടത്